വന്ന എല്ലാവർക്കും അത് പല പല ജില്ലയിൽ ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനും അച്ചായിയും ഒരു യാത്രയിലാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരു പ്രത്യേകം ഒരു പ്രോഗ്രാമിനാണ് പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിലേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത്. വീഡിയോയ്ക്ക് ചെറിയൊരു ഷേക്കിംഗ് ആണ്. നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അറിയപ്പെടുന്ന ഭവ്യ അനൂപ് എന്ന് പറഞ്ഞ ചേച്ചി ഒരു മീറ്റപ്പ് തൃശ്ശൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു ക്രിയേറ്റർ മീറ്റപ്പ് പ്രോഗ്രാമിനാണ് പോകുന്നത്. ഞാൻ ഇത്രയും നാളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ക്രിയേറ്റർ മീറ്റപ്പിനൊക്കെ ഞാൻ പോകുന്നത് കേട്ടോ. വലിയ കോണ്ടന്റ് ക്രിയേറ്റർമാരെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കില്ല. അത് വലിയൊരു സന്തോഷമല്ലേ. കാരണം ഒരു ക്യാമറയുടെ ചെറിയൊരു മൊബൈൽ ഫോൺ കൊണ്ട് നമ്മളൊരു വീഡിയോ എടുക്കുന്നവരാണെങ്കിലും അതിന്റെ പുറകിന് ഒരുപാട് കഷ്ടപ്പാടുണ്ടല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴികളിലെ കാഴ്ചകളും നമ്മുടെ ക്രിയേറ്റർ മീറ്റപ്പിന് വരുന്ന ആൾക്കാര്, ഭവ്യ ചേച്ചിയും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോക്കകത്ത് കാണാം. ഓക്കെ, അങ്ങനെ തൃശ്ശൂർ ജില്ലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നല്ല മഞ്ഞായിരുന്നേ. ഇതിപ്പോ ഒരു കായംകുളം ഒക്കെ കഴിയുമ്പോൾ ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ വണ്ടിക്കകത്താകുമ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങ് പോയാൽ മതിയല്ലോ. അപ്പൊ തൃശ്ശൂരിലേക്ക് ഞാൻ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അതും എൻ്റെ ഈ കോണ്ടന്റ് ജീവിതത്തിലെ ആദ്യമായിട്ടൊരു മീറ്റപ്പ് പ്രോഗ്രാമൊക്കെ എനിക്ക് പോകാൻ പറ്റി. വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ കാണുന്നത് ആലപ്പുഴയുടെ തീരദേശ മേഖലകളാണ്. നല്ല രസമാണ് ഇങ്ങനെ പോകുമ്പോൾ. നോക്കിക്കേ, ഒരു അമ്പലമൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അപ്പം ഇവിടുത്തെ അമ്പലമൊക്കെ എത്ര കണ്ടാലും മതി വരത്തില്ല. എന്ന് വെച്ചാൽ പഴയ കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങളാണല്ലോ ഈ ആലപ്പുഴയിലൊക്കെ. എല്ലാം പുതുക്കി പണിയിട്ടുണ്ടെങ്കിലും എപ്പോഴും ആ പഴയ മോഡലും പ്രൗഢിയൊക്കെ ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രത്തിന് ഇന്നും ഉണ്ട് കേട്ടോ. പള്ളികളായാലും അമ്പലമായാലും ഒക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക് കറുത്തമ്മ ഇങ്ങനെ ആകാശം നല്ല കാണാൻ വയ്യാതെ കയറി ഇങ്ങനെ കവർ ചെയ്ത് കേട്ടോ. അപ്പോഴേ അച്ചായി പറഞ്ഞു, പിങ്കി മോളെ നോക്കിക്കോ, നല്ല മഴയുണ്ടാവുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മഴയൊന്നും കാണത്തൊന്നുമില്ല, അത് ചുമ്മാ ഇങ്ങനെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി വന്നയാന്ന് പറഞ്ഞു. എവിടെ അച്ചായിയുടെ നാക്ക് കരിനാക്കാന്നോന്നു ഒരു സംശയം എനിക്കുണ്ട് കേട്ടോ. നോക്കിക്കേ, നല്ല മഴ അങ്ങോട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ മഴയായിരുന്നേ. അപ്പോൾ നമ്മൾ നല്ല AC ഒക്കെ ഇട്ടിങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഒരു തണുപ്പായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ, ഇനി ആ AC അങ്ങോട്ട് നിർത്തിക്കേ, മുടിഞ്ഞ തണുപ്പായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ മഴയൊക്കെ താണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് ഒരു കാര്യം പറയാമല്ലോ, വലിയ തിരക്കില്ല, നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഞായറാഴ്ചയായിരുന്നു. ഇപ്പോൾ തിങ്കളാഴ്ചയോ മറ്റുള്ള വർക്കിംഗ് ഡേയ്സ് ഒക്കെ ആണെങ്കിൽ ഒരു കാര്യമുണ്ട്, സ്കൂൾ പിള്ളേരുടെ തിരക്കും ജോലിക്കാരുടെ തിരക്കും ഒക്കെ ആയിരിക്കും കേട്ടോ. അതെ, ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടൽ കണ്ടു കേട്ടോ. അപ്പോൾ അച്ചായി പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് ഇവിടുന്ന് ഞങ്ങൾ കഴിച്ചിട്ട് പോകാം, നീ ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറ്റും കാര്യങ്ങളും ആയതുകൊണ്ട് എനിക്ക് രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാണ്. അങ്ങനെ നല്ല ഹോട്ടലായിരുന്നു കേട്ടോ, നല്ല വൃത്തിയാണ്. പ്രത്യേകിച്ച് ഹോട്ടലിൽ കയറി വൃത്തി മസ്റ്റാണ്. അപ്പോൾ അച്ചായി എന്തുവാണ് മേടിച്ചെന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി മുരിഞ്ഞ നൂൽ പൊറോട്ടയും നല്ല ഗ്രീൻ പീസ് കറിയുമാണ് കേട്ടോ. ഞാനെന്ന് പറഞ്ഞാൽ ഒരു 2 ഇടിയപ്പവും മേടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളത് വീശപ്പം എന്നാണ് പറഞ്ഞത്, അവരിടിയപ്പം എന്നാണ് പറഞ്ഞത്. ഇടിയപ്പം മേടിച്ചിട്ടുണ്ട്, മുട്ടക്കറിയും മേടിച്ചായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നേ, കൊള്ളായിരുന്നേ. അപ്പോൾ അച്ചായി പറയാണ്, അയ്യോ പാവം പിങ്കിമോൾ ഒറ്റയ്ക്ക് വണ്ടി എല്ലാം കഷ്ടപ്പെട്ട് കഴിവിയതല്ലേ, ഇപ്പം നോക്കിക്കേ ശബരിമലയ്ക്ക് പോകാൻ ചന്ദനം ചാർത്തി കണക്കുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. സത്യമാണ്, ഞാൻ ഈ പ്രോഗ്രാമിന് പോകുന്നതിന് തലേ ദിവസം ഞാൻ ഒറ്റയ്ക്ക് ആരുടെ സഹായമില്ല ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുത്തിയാണ് കേട്ടോ. ഇവനെ കുളിപ്പിച്ചെടുക്കുന്ന ഇത്തിരി പാടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ ഈ A1 എന്ന് പറഞ്ഞ ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറി ഫുഡ് കഴിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ കൊച്ചി ലക്ഷ്യമായിട്ടുണ്ട്. എങ്ങനെ മനസ്സിലായി? അമ്പരച്ചുംബികൾ കണ്ടു തുടങ്ങിയല്ലോ. അപ്പോഴത്തേക്ക് കൊച്ചിയിലെ മൊത്തം ഫ്ലാറ്റിൻ്റെ അയ്യരുകളിയാണല്ലോ അല്ലേ, നല്ല രസമാണ്. അപ്പോൾ കൊച്ചിയിലെത്തുമ്പോൾ എൻ്റെ കണ്ണ് എങ്ങോട്ട് ആദ്യം പോകുന്നു പറഞ്ഞാൽ ഈ പ്രേത ഫ്ലാറ്റിലേക്കാണ്. ഭയങ്കര സങ്കടമാണ് എനിക്ക് കേട്ടോ. ഞാൻ എപ്പോഴും അച്ചായി എടുത്ത് ചോദിക്കും, എന്തൊരു കഷ്ടമായിപ്പോയി അല്ലേ, ഒരു മനുഷ്യനും താമസിക്കാൻ വയ്യാതൊരു ഫ്ലാറ്റ് ആയിപ്പോയി. ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ എന്താ പറയുക, നമ്മളൊരു ചെറിയ വീട് വെക്കണമെങ്കിൽ പോലും എത്ര ലക്ഷം രൂപ വേണം അല്ലേ, എന്തോരം കഷ്ടപ്പാടുണ്ടല്ലേ. അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ദുഃഖമാണ് കേട്ടോ. എനിക്ക് ഇതിലേക്കൂടെ എപ്പോൾ പോയാലും എറണാകുളം കൊച്ചി അടുപ്പിച്ച് വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് ഈ ഫ്ലാറ്റിനെ പറ്റി. ആർക്കെങ്കിലും ഈ ഫ്ലാറ്റിനെ പറ്റി കൂടുതൽ അറിയാമെങ്കിൽ നമ്മുടെ വീഡിയോയിൽ അടിയിരുന്ന കമൻറ്റ് ഇട്ടേക്കണേ. അങ്ങനെ കൊച്ചിയിലെ പിന്നെ ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം കണ്ടു തുടങ്ങിയതാണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റീഗൽ ജ്വല്ലറിയുടെ ഓപ്പണിംഗ് ആയിരുന്നു കേട്ടോ. ആരാ വന്നതെന്നറിയാം നിങ്ങൾക്ക്? മഞ്ജു വാര്യരായിരുന്നേ. അപ്പോൾ എനിക്ക് തോന്നുന്നു മഞ്ജു വാര്യർ അങ്ങ് അകത്ത് ഉദ്ഘാടന വേളയിലായിരുന്നു തോന്നുന്നത്. പുറത്തിങ്ങനെ ഓഡി ഗാർഡ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇവരുടെയൊക്കെ നോട്ടം കണ്ടോ വിചാരിക്കും, ഇവന്മാരെയൊക്കെ നമ്മൾ പിടിച്ചോണ്ട് പോകാൻ വന്നതാണെന്നൊക്കെ അവരുടെയൊക്കെ ഒരു നോട്ടം കേട്ടോ. എന്ത് ചെയ്യാനാണ് അല്ലേ, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർക്ക് സെലിബ്രിറ്റീസിലെ കണ്ടാൽ കടിച്ചു തിങ്ങിനാണ് കാണുള്ളൂ, ചിലരുടെ വെപ്രാളം അല്ലേ. ഇനി നമ്മൾ ലൂലു മാള് കണ്ടു. ലൂലു മാളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. എല്ലാ മാളും കണ്ടത് ഇങ്ങനെ ഞങ്ങൾ
ട്രാഫിക് ഒന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ പോയപ്പോഴത്തേക്ക് നല്ല തിരക്കായി പോയി കേട്ടോ. എന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ്, അപ്പോൾ ഇപ്പോൾ ഓണവും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ തിരക്കായിരിക്കും. പിന്നെ പിറ്റേ ദിവസം ചിങ്ങം 1 അപ്പം എല്ലാവർക്കും ഓരോ കല്യാണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പം തിരക്കിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഓട്ടമാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 3-4 മാസമായി കേട്ടോ. നമ്മുടെ വണ്ടി പുതിയ വണ്ടിയാണല്ലോ. അപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ വണ്ടിയിൽ ഫാസ്റ്റാഗൊക്കെ ഒട്ടിച്ചതിന് ശേഷം ടോൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ടോൾ കൊടുക്കാൻ നമ്മുടെ ഫാസ്റ്റാഗ് വർക്കിംഗ് അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഗൂഗിൾ പേ വഴിയാണ് പൈസയൊക്കെ പേ ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മളെന്തായാലും നമ്മുടെ ലക്ഷ്യസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒല്ലൂർ സ്ഥിതി ചെയ്യുന്ന ശ്രീഭവനം ഓഡിറ്റോറിയത്തിലെ വെച്ചാണ് നമ്മുടെ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ മീറ്റപ്പ് ഭവ്യ ചേച്ചി ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും എത്തിയപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ആ ഫ്രണ്ടിൽ ആ ഒരു ലൈറ്റും സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇതിനകത്ത് ഭവ്യ ചേച്ചിക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ ഞാൻ കൊടുക്കുന്നു കേട്ടോ. ചേച്ചിയുടെ ആദ്യത്തെ ഒരു മീറ്റപ്പ് പ്രോഗ്രാമാണ് ചേച്ചിയും സംഘടിപ്പിച്ചത്. പക്ഷേ എന്നിരുന്നാലും ഒരു കല്യാണത്തിൻ്റെ ഈവൻ്റ് ഒക്കെ നടക്കുന്ന പോലെ അത്ര അതിമനോഹരമായിട്ടാണ് ചേച്ചി കേട്ടോ എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രോഗ്രാം എല്ലാം മുകളിൽ വെച്ചിട്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ കൃത്യം ഒരു 10:30 ആയപ്പോൾ തന്നെ കൃത്യം 10:30 സമയമായപ്പോൾ തന്നെ നമ്മൾ ഒല്ലൂർ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അയ്യോ, അന്നേരം ഞങ്ങളാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടാണ് വന്നത്. ദൈവം എല്ലാവരും വന്നു. പക്ഷേ അങ്ങനെ അധികം ആരും വന്നിട്ടില്ലായിരുന്നു. അന്നേരം പിന്നെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ഭവ്യ ചേച്ചിയുടെ ഹസ്ബൻഡ് അനൂപ് ചേട്ടൻ നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ട് വേറെ താഴെയാണ് വെൽക്കം ഡ്രിങ്ക് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി കുടിച്ചിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ഫ്രഷ് ജ്യൂസുകളായിരുന്നു കേട്ടോ. ഞാനൊരു മുന്തിരി ജ്യൂസും കുടിച്ച് അച്ചായി ഒരു തണ്ണിമത്തനും കുടിച്ചിട്ടുണ്ട്. അപ്പം ആ വലത്തെ സൈഡിൽ നിൽക്കുന്നതാണ് നമ്മുടെ അനൂപ് ചേട്ടൻ, ഭവ്യ ചേച്ചിയുടെ ഹസ്ബൻഡ് കേട്ടോ. പുള്ളിക്കാരൻ ഇതുപോലെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഹസ്ബൻഡ് നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ചേച്ചിയുടെ വലിയൊരു പില്ലർ തന്നെയാണ് കേട്ടോ അനൂപ് ചേട്ടൻ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ നടക്കുന്ന കുറച്ച് പരിപാടികൾ ഞാൻ കാണിക്കാം. 2026 ഇന്നത്തെ മീറ്റപ്പിലേക്ക് ഞാൻ ആദ്യമായിട്ട് എത്തിയപ്പോൾ ഞാൻ ഭയങ്കര പകച്ചറിയിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം, ഞാൻ പല രീതികളിലായിട്ട് നിങ്ങളുടെ ഫേസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ബട്ട് ഐ നോട്ട് ഫെമിലിയർ വിത്ത് യു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സംസാരിച്ചാണ് ഐ ഗോട്ട് ഓക്കെ വിത്ത് യു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെഷ്യലാണ്. കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു 10 കൊല്ലത്തെ മുന്നത്തേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ കാലത്ത്. കോണ്ടന്റ് ക്രിയേഷൻ ഇസ് എ റിയലി ഹെർക്യൂലിയൻ ടാസ്ക്. അത്ര എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. നമ്മൾ 9 to 5 ജോബ് ചെയ്യുന്ന പോലെയല്ല കോണ്ടന്റ് ക്രിയേഷൻ. നമ്മളിടുന്ന എഫേർട്ട്, അത് നമ്മുടെ ഐഡിയാസ് അതിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്യുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ഇത്രയും സ്കെഡ്യൂൾഡ് ആയിട്ട് അത് ചെയ്യുക എന്ന് പറയുന്നത്, യു ഗൈസ് ആർ ടേക്കിംഗ് എ ലോങ് ജേർണി ഇൻ കോണ്ടന്റ് ക്രിയേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആൻഡ് ദെയർ ഫാമിലി ആൻഡ് ദ ചീഫ് ഗസ്റ്റ് എവ്രിവൺ, എല്ലാവർക്കും ആദ്യം തന്നെ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് മീറ്റപ്പ് 2026ലേക്ക് സ്വാഗതം. നിങ്ങളുടെയൊക്കെ സഹപ്രവർത്തകി നിങ്ങളുടെയൊക്കെ എല്ലാമായ ശ്രീ ഭവ്യാനൂപിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. ആങ്കറിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഡോക്ടറാണ്, പക്ഷേ അടിപൊളി ആങ്കറിങ് ആയിരുന്നു. നമ്മളെ വേദിയിലിരിക്കുന്ന നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ആങ്കറിങ് ആയിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു. അങ്ങനെ ഉദ്ഘാടന സമയമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 11 മണിക്കാണ് ഭവ്യ ചേച്ചി പ്രോഗ്രാം സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബാക്കിയുള്ള നിൽക്കുന്നതൊക്കെ കുറച്ച് നേതാക്കന്മാരാണ് കേട്ടോ. അപ്പം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ നേതാക്കന്മാരാണ്. അപ്പോൾ അവരൊക്കെ ഇത് ചേർന്നപ്പോഴത്തെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഭവ്യ ചേച്ചിയൊക്കെ സ്റ്റേജിൽ നിന്നും വിളിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഭവ്യ ചേച്ചിയുടെ ഹസ്ബൻഡ് അനൂപ് ചേട്ടനെയാണ് വിളിക്കുന്നത് കേട്ടോ. വേദിയിലേക്ക് നിൽക്കി ഒരു വിളക്കിന് ദീപം തെളിയിക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ആ ചേട്ടനാണെങ്കിൽ ഒരു കാരണം വെച്ചാലും വരത്തില്ല. ചേട്ടൻ ഭയങ്കര നാണമുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെ പ്രോഗ്രാം എല്ലാം എന്തായാലും തുടങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 12-12:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും തകർത്ത് വിളിക്കുന്നത്, ഒരു രക്ഷയില്ല. ഇതാണ് ചേച്ചിയുടെ മകൻ അമേയ് കുട്ടൻ എന്നാണ് കേട്ടോ മോനെ വിളിക്കുന്നത് ചേച്ചി. അപ്പം വീഡിയോ ചേച്ചിയുടെ ഭവ്യ അനൂപ് എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കുമല്ലോ. അങ്ങനെ കൗൺസിലറാണിത് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ എല്ലാവരും ഉദ്ഘാടനമൊക്കെ നല്ല മംഗളകരമായിട്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചേച്ചിയാണ് അടുത്ത് ദീപം തെളിയിക്കുന്നത്. പിന്നെ മോനും ഒക്കെ ദീപം തെളിയിച്ച് നമ്മുടെ പരിപാടി അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഭൂരിപക്ഷം ആൾക്കാരും കൂടുതലും വുമൺ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അപ്പോൾ അവരുടെ ഒരു എംപവർമെന്റിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഗസ്റ്റ് മീറ്റ്. വി ആർ വെരി ഹാപ്പി. സോ ലെറ്റ് മി വെൽക്കം ഡോക്ടർ കീർത്തന കാർത്തികേയൻ. ഭവ്യാണ്, അതുപോലെ തന്നെ ഗുരുതുല്യരായിട്ടുള്ള സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവർക്കും, അത് പല ജില്ലയിൽ നിന്നാണ് നിങ്ങൾ വന്നത്.
ഞാൻ കുറച്ച് പേരെയാണ് വിളിച്ചത്. എല്ലാവരെയും വിളിക്കാൻ ഇപ്പോൾ പറ്റത്തില്ലെങ്കിൽ അടുത്ത ഫംഗ്ഷനൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ പല ജില്ലയിൽ നിന്നൊക്കെ വരും. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചു. ഞാൻ നിങ്ങളെയൊക്കെ ഓരോരുത്തരെയും ഫോൺ വിളിക്കുമ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു, ഉറപ്പാണോ എനിക്ക് ഫുഡ് ഓർഡർ ചെയ്യുമോ, അതെനിക്കത് വേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത്. അത് കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇതൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ വിളിച്ചവരൊക്കെ വരുമോ? അനുഭവം ചോദിക്കും, ഇവരൊക്കെ വരുമോ, നീ വിളിച്ചാൽ വരുമോ? പക്ഷെ അത്രയും സ്നേഹമുള്ള ഞാൻ പറഞ്ഞില്ല, മെജോറിറ്റി ലേഡീസ്, നിങ്ങൾ പെണ്ണുങ്ങളാണ് ഇവിടെ കൂടുതൽ വന്നിരിക്കുന്നത്. അതിൽ ഞാൻ ആക്ച്വലി സോ പ്രൗഡാണ്. ആക്ച്വലി ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെ കളയത്തില്ലേ വീഡിയോസ് ചിലപ്പോൾ ചില അവള് ഡാൻസ് പോവാ, അവനെ കാണിക്കാതിരിക്കും, ഇവനെ കാണിക്കാം, അങ്ങനെയൊന്നുമല്ല. ലേഡീസും സപ്പോർട്ട് ചെയ്യും എന്ന് ഉള്ളതിന് എക്സാമ്പിളാണ് ആക്ച്വലി ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ഇനി ആക്ച്വലി ഒത്തിരി പേര് എനിക്ക് നിങ്ങളെ അറിയാം, പേഴ്സണലി ഒരുപാട് പേരെ അറിയത്തില്ല, കുറച്ച് പേരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം എനിക്ക് എന്നും കമന്റ്സ് ഇടും, മെസ്സേജ് അയക്കും, അങ്ങനെയുള്ള കുറച്ച് പേരെ എനിക്ക് അറിയാം. പക്ഷെ എല്ലാവരെയും എനിക്ക് അത്ര അറിയില്ല. പക്ഷെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആവില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം തന്നെ, എന്നെയും അനൂപ് വരാത്തത്, അനൂപ് കുറച്ച് ചമ്മലുണ്ട്, അതുകൊണ്ടാണ് വരാത്തത്. അമ്മയെ കുട്ടനോടാന്നിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും പേരില് നന്ദി അറിയിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു പ്രോഗ്രാമില് ഞങ്ങൾ സാധാരണയായിട്ട് കേശവതിയുടെ നൃത്തഭക്തി ലയം ആണ് അവതരിപ്പിക്കാറ്. ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സാധാരണ ഞങ്ങൾ പരിപാടികൾ അവതരിപ്പിക്കാറ്. അപ്പോൾ ഈ ഒരു വേദി ഞങ്ങൾക്ക് തികച്ചും ഒരു പ്രത്യേക ഒരു നവ അനുഭവമായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ കൈകൊട്ടിക്കളി ടീമിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. കാരണം ഇവർ അത്രയ്ക്ക് വൈറൽ ടീംസാണ്. അതിനകത്ത് അവിടെ നിൽക്കുന്ന ആ ഒരു മോളുണ്ടല്ലോ, നല്ല വെളുത്ത, ആ മോളായിരിക്കും കുറച്ചും കൂടി വൈറലായിട്ടുള്ളത് കേട്ടോ. ഇവർ മറ്റേ മുടി പിന്നലിൻ്റെയൊക്കെ ഒരു കൈകൊട്ടിക്കളിയുടെ ഭയങ്കര അഞ്ജന മണി എന്നൊക്കെ പറഞ്ഞ പാട്ടിൻ്റെ ഭയങ്കര വൈറലായിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പം നല്ല അടിപൊളി സ്റ്റെപ്സ് ആയിരുന്നു. അപ്പോൾ ഇനി വരുന്ന ഓണപരിപാടിക്കും ഇനി വരുന്ന ഉത്സവത്തിനൊക്കെ ഒരു പുതിയ സ്റ്റെപ്സൊക്കെ ഇട്ട് അത് നമ്മളെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ വേദിയിലായിരുന്നു അവർ ആദ്യമായിട്ട് അരങ്ങേറ്റമൊക്കെ കുറിച്ചത് കേട്ടോ ഇന്ന്. പക്ഷേ എനിക്കിതിൻ്റെ പാട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പറ്റുന്നില്ല, കോപ്പിറൈറ്റിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ ഇൻസ്റ്റാഗ്രാമായിട്ടുള്ള ലക്ഷ്മി രാജയ്ക്കകത്ത്, അതായത് രാജലക്ഷ്മി വിഷ്ണു ഒഫീഷ്യലിനകത്ത് ഞാൻ ഇട്ടേക്കാം ഈ വീഡിയോ ഒക്കെ. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ പരിപാടി കാണാം കേട്ടോ. പിന്നെ പിള്ളേർ സെറ്റിൻ്റെ ഡാൻസ് അയ്യോ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നേ. പിന്നെ പിള്ളേർ സെറ്റിൻ്റെ ഈ ഒരു ഡാൻസ് കേട്ടോ, ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി അടുത്തത് എൻ്റെ ഒരു പ്രസംഗമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, കേൾക്കാം കേട്ടോ. പേര് രാജലക്ഷ്മി ആണ്, യൂട്യൂബർ കൂടിയാണ്. അപ്പോൾ ആദ്യം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതെല്ലാം പോയി വിഷമിച്ചിരുന്നതാണ്. ഇപ്പം 70,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് 1 വർഷമായി, 6000 ഫോളോവേഴ്സ് ഉണ്ട്. അത്യാവശ്യം വീഡിയോസ് ഒക്കെ കയറുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. അപ്പോൾ പബ്ലിക്കിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ മുടങ്ങാതെ കാണും. പിന്നെ ഗൗരി ചേച്ചിയുടെ ആദ്യം ഞാൻ കമൻറ്റ് ഇടാൻ പറ്റും, ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയത്തില്ല, എല്ലാ വീഡിയോയും കമൻറ്റ് ഇടും. പബ്ലി ചേച്ചിക്ക് അതുപോലെ തന്നെ കമൻറ്റ് ഇടും. ഇപ്പം ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഭർത്താവ് ഒരു പൂജാരിയാണ് അമ്പലത്തിൽ. പുള്ളിക്ക് സമയമില്ലാതെ വേറെ ആളെ പകരത്തിന് നിർത്തിയിട്ടാണ് ഇപ്പൊ പെട്ടെന്ന് വരുന്നത്. നാളെ ചിങ്ങം ഒന്നുകൂടെ ആയതുകൊണ്ട് സപ്പോർട്ടാണ് നമുക്ക് എന്തെങ്കിലും. അപ്പൊ നാളെ ചിങ്ങം ഒന്നായതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി പിടിച്ചു വിട്ട് വേണം തിരിച്ച് പോകേണ്ടത്. കാരണം നേരത്തെ അമ്പലത്തിൽ പോകണം, ജോലികളുണ്ട്. എങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അതാണ് നമുക്ക് ഒരു ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണം. നമ്മൾ കളിയാക്കി മാറ്റി നിർത്താൻ പലരും കാണും. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാനാണ് പാട്. അപ്പൊ എല്ലാരും എന്താ പറയാ, നിങ്ങൾ ഇഷ്ടമുള്ള വീഡിയോകളൊക്കെ ഇടുക, മറ്റാരും പറയുന്നത് കേൾക്കണ്ട, നമ്മുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോകും. എല്ലാവർക്കും ഹാപ്പി വേണം. ഭവ്യ ആക്ച്വലി ബാക്ക് സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തന്നിട്ടുള്ള ഒരാളാണ്. കാരണം സ്റ്റാർട്ടിംഗ് ടൈമിലൊക്കെ എങ്ങനെയാണ് വീഡിയോസ് ഔട്ട്പുട്ട് കൊടുക്കാന്നുള്ളൊരു സ്റ്റക്ക് വന്ന സമയത്ത് എനിക്ക് ഭവ്യ ആക്ച്വലി ഭയങ്കര സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ആക്ച്വലി. അപ്പോൾ അവൾ വിളിച്ച സമയത്ത് എനിക്ക് വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി വിചാരിച്ചത് ജൂലൈ 16-നാണ് വിചാരിച്ചു. എന്തോ ഭാഗ്യം ഓഗസ്റ്റ് മാസമാണ് പറഞ്ഞു. ഞാൻ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് കടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ഒരുപാട് പേരുടെ ഫേസ് എനിക്ക് ഫെമിലിയറാണ്. ഒരുപാട് പേരോട് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നിടത്ത് നമ്മൾ എഴുന്നേറ്റ് ചെയ്യുന്നിടം നമ്മളെവിടെയെങ്കിലും എത്തിപ്പെടും.
ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ മാംസ് ഓഫ് ഗൗരി എന്ന് പറയുന്ന നമ്മുടെ രേഷ്മ ചേച്ചിയാണ്. അപ്പോൾ രേഷ്മ ചേച്ചി ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അറിയാതെ ഗൗരി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൗരി ചേച്ചിയുടെ കണ്ടോ വീണ്ടും അതാണ് എൻ്റെ വായിൽ വന്നത്. അപ്പോൾ നമ്മുടെ രേഷ്മ ചേച്ചിയുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് താഴെയായിരുന്നു വെജിറ്റേറിയൻ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നോൺ വെജൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് മുകളിലായിരുന്നു ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുവിധം പ്രോഗ്രാം എല്ലാം ഒന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പോഴത്തേക്ക് 2 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദർശൂസ് മാം എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയൊക്കെ ആയിരുന്നു എനിക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്ത് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫേമസ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡെല്ലാം കഴിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഇത് നമ്മുടെ അമ്മായിയമ്മയും മരുമോളും ഒക്കെ സെറ്റാണ് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ നമ്മളെ കോണ്ടന്റ് ക്രിയേറ്റർ മീറ്റപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി നേരെ തൃശ്ശൂർക്ക് നിന്നും നമ്മുടെ കൊല്ലം നമ്മുടെ സ്വന്തം സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് അറിയാവുന്ന ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ട് കൊല്ലത്തോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ ഒരുപാട് എനിക്ക് സന്തോഷമുള്ളൊരു ഞായറാഴ്ചയായിരുന്നു. അപ്പം നമ്മുടെ മീറ്റപ്പും പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി കൊല്ലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം രാവിലെ നമ്മൾ ഈ ഒരു കളമശ്ശേരി ഈ റൂട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് പിടിച്ച് പോരുകയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ തിരക്കേ ഇല്ലായിരുന്നു. ഇപ്പതേ നോക്കി എറണാകുളത്തിൻ്റെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങി. എന്താണ് ബ്ലോക്ക്. ഞായറാഴ്ച വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ജോലിക്ക് തിരിച്ച് വരാനുള്ളവരും പോകാനുള്ളവരൊക്കെ കാണുമായിരിക്കും കേട്ടോ. അടുത്ത ടോളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങളാണെങ്കിൽ എൻ്റെ പൊന്നെ ഒരു ചായക്കട നോക്കി നടന്ന് കുഴഞ്ഞ അച്ചായിക്ക് വൈകുന്നേരം ആയപ്പോൾ ഒരു തേയിലവെള്ളോ ചായ എന്തെങ്കിലും കുടിക്കണം കേട്ടോ. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ കളമശ്ശേരി എല്ലാം കഴിഞ്ഞിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചായക്കട കണ്ടു. അവിടെ കയറി ഞാൻ മധുരമില്ലാത്ത ഒരു തേയിലവെള്ളവും കുടിച്ച്, അച്ചായി ആണെങ്കിൽ ഒരു ചായയും കുടിച്ച് കേട്ടോ. പിന്നെ നമ്മളിത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് നമ്മൾ ഒരു ആര്യാസ് ഭവൻ പ്യുവർ വെജിൻ്റെ ഒരു ഹോട്ടൽ കണ്ടു കേട്ടോ. അപ്പം ഞങ്ങളൊരു 6:30 ആയപ്പോൾ തന്നെ രാത്രിയിലെ ഡിന്നർ കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അച്ചായി എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താ വേണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വേണ്ടതെന്ന് എന്നോട് ചോദിക്കണം. ഞാനൊരു മസാല ദോശ പ്രിയയാണ്. എനിക്ക് വേറൊന്നും അധികം ചിക്കനും അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഞാൻ കഴിക്കാറില്ല. മസാല ദോശ, എഗ് ഫ്രൈഡ് റൈസ് ഇതൊക്കെയാണ് എൻ്റെ പുറത്തിറങ്ങിയാലുള്ള ഫേവറേറ്റ് ഐറ്റംസ് കേട്ടോ. അപ്പോൾ അച്ചായി ആണെങ്കിൽ ഒരു കോഫി അച്ചായിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ വേറെ കോഫിയോ കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി മസാല ദോശയും നല്ല ഉഴുന്നുവടയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ പുതിനയിലയുടെ ചട്നി എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്കൊരു സ്മെല്ല് അങ്ങോട്ട് പിടിക്കില്ല. അച്ചായി ആണെങ്കിൽ ചപ്പാത്തിയാണ് മേടിച്ചത്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ടായിരുന്നു കൂട്ടുകാരെ. അപ്പോൾ അതെ സരയു ബുട്ടിക്ക് എന്ന് പറഞ്ഞ ആ ബുട്ടിക്കിനകത്ത് അപ്പോൾ നമുക്ക് കുറേ ക്രിയേറ്റേഴ്സിന് നല്ല ഒരു സാരി നമ്മുടെ ഭവ്യ ചേച്ചി സമ്മാനമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മീറ്റപ്പിനെ വിളിച്ചിട്ടുള്ള ഞങ്ങൾ എല്ലാ ക്രിയേറ്റേഴ്സിനും ഞങ്ങൾക്ക് നല്ല ഭവ്യ ചേച്ചിയുടെ സ്നേഹം നിറയിച്ച ഒരു സാരി ഞങ്ങൾക്ക് സമ്മാനമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് കുഴഞ്ഞ് കിടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അച്ചായി പറഞ്ഞ് എനിക്ക് ഇതിപ്പോൾ എന്താണ് സമ്മാനം എന്ന് പൊട്ടിച്ച് കാണണമെന്ന് പറഞ്ഞേ. അപ്പോൾ നല്ല അടിപൊളി സാരി ആയിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡലാണല്ലോ ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഓണത്തിന് എനിക്ക് പൊളിക്കാൻ ഒരു സാരി ആയിട്ടുണ്ട്. അപ്പോൾ ഭവ്യ ചേച്ചി എടുത്ത് ഞാൻ പറയുകയാണ് ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു പരിപാടിയിലേക്ക് എന്നെ വിളിച്ചതിന് തന്നെ ആദ്യം എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ അറിയിക്കുന്നു. പിന്നെ ഭവ്യ ചേച്ചിയുടെ സ്നേഹം നിറയിച്ച് ഞങ്ങൾക്ക് തന്ന ഈ ഒരു സാരി ഗിഫ്റ്റ് കേട്ടോ. ഒരുപാട് സ്നേഹം സന്തോഷം ചേച്ചി. കാര്യം അത്രയ്ക്ക് എഫേർട്ട് ഈ ഒരു പരിപാടി നടത്താൻ വേണ്ടി ഭവ്യ ചേച്ചി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രേഷ്മ ചേച്ചി, ഭരത് ചേട്ടൻ എല്ലാവരുടെയും കൂടെ തന്നെ ഞാൻ കുറേ ഫോട്ടോസും സെൽഫീസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഭവ്യ ചേച്ചി ഒരു സെലിബ്രിറ്റി ആയിട്ട് കൂടിയും ആയാലും നമ്മുടെ രേഷ്മ ചേച്ചി ഇതൊക്കെ ഒരു ജാടയാവട്ടെ ഒന്നുമില്ല കേട്ടോ. നമ്മളെ മുൻപ് കണ്ട് പരിചയമില്ലെങ്കിൽ കൂടിയും അത്ര ഹാപ്പി ആയിട്ടാണ് എല്ലാവരും നമ്മളോട് പെരുമാറുന്നത്. അപ്പോൾ നമ്മുടെ മണിച്ചേട്ടൻ്റെ നാട്ടിലെ ചാലക്കുടിക്കാരിയാണ് അപ്പുറത്ത് നിൽക്കുന്ന ഒരു കുട്ടി കേട്ടോ. അപ്പം ഞങ്ങൾ താണ്ടെ മോനും ഒക്കെ ആയിട്ടായിരുന്നു സെൽഫിയൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട രേഷ്മ ചേച്ചി, ഇടയ്ക്കിടയ്ക്ക് ഞാൻ രേഷ്മ ചേച്ചി ഗൗരി ചേച്ചി എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനത് അങ്ങനെ വരുന്നോളെ, എനിക്ക് ഗൗരി ചേച്ചിന്നേ വരുന്നോളെ. ഇത് ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ അച്ചായിയൊക്കെ ആയിട്ട് ഞാനൊരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിനാണ് നിൻ്റെ സമയം വെറുതെ കളയുന്നതെന്ന് പറഞ്ഞിട്ട്. ഞാൻ ചുമ്മാ സമയം കളയുമല്ല. നമ്മൾ ഇതുപോലൊക്കെ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ഇതുപോലുള്ള വിജയങ്ങളും എൻ്റെ ലൈഫിലേക്ക് വരുന്നത്. ഇവരെയൊക്കെ ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ മീറ്റപ്പിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എന്നെ അറിയിക്കാനും ഒന്നും മറക്കണ്ട. ഓക്കെ കൂട്ടുകാരെ. 2, 3